കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മേമയുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെക്കാളും കുറച്ച് നേരത്തെ അഞ്ഞും മാഹിയും ദില്ലും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ തൊട്ടടുത്ത് തന്നെ ജതമോളയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ഉമ്മ ഫുഡൊക്കെ കഴിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സീറ്റിൽ ഞാനും കയറിയിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവൻസും. നമ്മളെ ഫംഗ്ഷൻ വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു മിഠായി എടുത്ത് വായിലിട്ട് ഞാൻ നേരെ വീടിനകത്തോട്ട് കയറി. സത്യം പറഞ്ഞാൽ മേമയുടെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ചധികം വർഷമായിട്ടുണ്ട്. നമ്മളെ മേമയുടെ വീട് കുറച്ചധികം പഴക്കമുള്ള ഒരു വീടാണ്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോ റിനോവേഷനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ വീടിന് 3 നിലകളും ഉണ്ട്. ഞാൻ ഏതായാലും 3ാമത്തെ നിലയിലും ഒന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സ്റ്റേഴ്സ് ആയിരുന്നു പണ്ടത്തെ വീടുകളിൽ ഉണ്ടായിരുന്നത്. അഹിയിൽ ചെരുപ്പ് ഇട്ട് ഇത് കയറാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കാലത്ത് നെല്ലൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂം ഉപയോഗിച്ചിരുന്നത്. ഈ വീടിൻ്റെ താഴെ മേലൊക്കെ ആയിട്ട് 11 റൂമുകളുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ മേമയുടെ കസിൻസിൻ്റെ മക്കളാണ്. കൂട്ടത്തിൽ നമ്മളെ ഷാനും ഉണ്ട്. അവരെല്ലാവരും കൂടെ അവിടെ നന്നായിട്ട് തള്ളി മറിക്കുന്നുണ്ട്. അവരവിടെ സംസാരിച്ചോട്ടെ. ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മേമയുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് വന്നിട്ട് നേരെ ഫുഡ് കഴിച്ച് വീട്ടിൽ കയറി എന്നല്ലാതെ ചെക്കനെയും പെണ്ണിനെയും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ നേരെ അവരെ കാണാൻ പോയി. പെണ്ണിനെയും ചെക്കനെയും കണ്ട് അവർക്കൊരു ഹായ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് അഞ്ഞു പോയിട്ട് ഇവക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ അതും വാങ്ങി ഒറ്റ പോക്കായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഡോഗ്സറും കല്യാണം കൂടാനായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ കാഴ്ചക്കാരും കൂടിയിട്ടുണ്ട്. കല്യാണ ചെക്കനും പെണ്ണിനും നല്ലൊരു മംഗളദിനം ആശംസിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.